ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് സോഫ്റ്റായിട്ട് എങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 4 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പച്ചരി നന്നായിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ആയിക്കാണും. അപ്പോൾ അതുപോലെ തന്നെ സമയത്ത് ഉഴുന്ന് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉഴുന്ന് ഞാൻ നേരെ പാതിയായിട്ടല്ല 1.5 എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് നമ്മൾ ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കുതിർന്നതിന് ശേഷം കഴുകി എടുത്ത് വെച്ചിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്കിട്ട് ആദ്യം അരി അരച്ചിട്ടിട്ട് ഇതുപോലെ ഒരു റിട്ടേൺ ടച്ചിങ്ങനെ വീഴുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് അരി ആവുമ്പോൾ അതാണ് സുഖം, എന്നാൽ വെള്ളം ഏറില്ല. അപ്പം ഞാനൊരു പ്രാവശ്യം അരച്ചിട്ടുണ്ട്, എന്തായാലും ഒറ്റ തവണ പോയില്ലല്ലോ. അപ്പോൾ അടുത്ത ഞങ്ങളുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം, അതായത് ആദ്യം കുറച്ച് ഒഴിച്ച് നോക്കുക. അപ്പോൾ മിക്സിയിലിട്ട് കറങ്ങുമ്പോൾ ടൈറ്റായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടെ വെള്ളം, അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അരച്ചെടുത്താൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അതായത് വെള്ളം കൂടില്ല. ഞാൻ ഇങ്ങനെ പറയുന്നത് അതായത് ഫസ്റ്റായിട്ട് ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇപ്പം ഞാൻ 2ാമത്തെ ട്രിപ്പും അരച്ച് ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉഴുന്നിലൂടെ അരച്ചെടുക്കാൻ. ഉഴുന്ന് അരച്ചെടുക്കുന്നത് ഇതുപോലെ തന്നെയാണ്, അധികം വെള്ളം കൂടാതെ. ഇതിന് ഇത്രയും കൂടെ അരി ബാക്കിയുണ്ട്. അപ്പോൾ അരി ബാക്കി ഉഴുന്നും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതും കൂടെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ അതിലോട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചതാണ് വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇങ്ങനെ പൊത്തി അതിങ്ങനെ ഇളക്കണം. അപ്പം അത് ഇളക്കുമ്പോഴാണ് അത് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇളക്കുന്നുണ്ടോ അത്രത്തോളം മാവ് സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് ഒരുപാട് നേരത്തെ പകലൊന്നും അരച്ചത് രാത്രി തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇത്തിരി കൂടെ പുളി വരും. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം മാത്രമാണ് മാവിൽ ഉപ്പ് ചേർക്കാറുള്ളത് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ഇതാക്കി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ രാവിലെ നമ്മൾ തുറക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ തട്ട് കയ്യിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരു സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ ഇട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ മാവ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളെ മാവ് അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊങ്ങി വന്ന മാവ് ജസ്റ്റ് ഒന്ന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇളക്കുക. അതിന് ശേഷം തട്ടിലേക്ക് ഇങ്ങനെ ഓരോ കയ്യിൽ വെച്ച് കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാട് പൊങ്ങിയാലും കുഴപ്പമില്ല, നല്ല പൊങ്ങി ഒഴിക്കണ്ട ചമ്മന്തി. അപ്പോൾ ഇപ്പോൾ തട്ടുകളൊക്കെ ഹൈറ്റ് താഴ്ചയില്ല, അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കും. അപ്പോഴേ അങ്ങ് പൊങ്ങി വരുള്ളൂ, വലിയ ഇഡ്ഡലി ആവുള്ളൂ, അല്ലെങ്കിൽ കുഞ്ഞു ഇഡ്ഡലിയായി പോവില്ലേ. അപ്പം അതിൻ്റെ പേരിലാണ്. അപ്പോൾ ചിലർ തുണി വെച്ചിട്ടും ചെയ്യും കേട്ടോ. പിന്നെ തട്ടിൽ തുണി വെച്ചിട്ട് മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ അടച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തുണി എടുത്ത് പെട്ടെന്ന് മാറ്റിയാൽ അടുത്ത തട്ടിലോട്ട് മാവ് ഒഴിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഇഡ്ഡലി നന്നായിട്ട് വരും. ഞാൻ ചെറിയൊരു പ്ലേറ്റിൽ ഇത്തിരി വെള്ളം വെച്ച് ഈ തട്ട് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കും, അതായത് മുങ്ങി പോകുന്ന രീതിയിലുള്ള കുറച്ച്. അപ്പം അതിൻ്റെ അടിത്തട്ട് പെട്ടെന്ന് ചൂട് കുറയുമ്പോൾ നമ്മൾ ഇഡ്ഡലി പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യല്. അപ്പം നമുക്ക് തട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ ഇത് സിമ്മിലോട്ട് മാറ്റും നമ്മളെ തീ. അപ്പോൾ ഇപ്പം നമ്മൾ ഇഡ്ഡലി നന്നായിട്ട് ഇളകി വരുന്നില്ല, നല്ല സോഫ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഇളക്കി മാറ്റിയിട്ട് നമുക്ക് അടുത്ത തട്ടും കൂടെ ഒഴിക്കാം കേട്ടോ. എല്ലാവരും ഇളക്കി മാറ്റുന്നുണ്ട്. ഈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക്സ് ഓൾ.